അവിടെ നിന്ന് രണ്ടാമത് നിൽക്കുന്നതാ പാർട്ടി. രോഹിണിയാ. രോഹിണിയോ? കല്യാണി എന്നല്ലേ പറഞ്ഞത്? രോഹിണി എന്ന് വെച്ചാൽ രോഗം വന്നവൾ എന്നർത്ഥം. ഓ അങ്ങനെ. വയറ്റിലേക്ക് പോകുന്നതിന് ഒരു കുറവുമില്ല, പക്ഷെ വയറ്റിൽ നിന്ന് പോകുന്നില്ല, അതാണ് ഒരു കുഴപ്പം. ഓഹോ, അതിന് ഈ അഷ്ടചൂർണം തേനും ചേർത്ത് പൃഷ്ഠഭാഗത്ത് തേച്ചാ മതി, ഇല്ലേ വൈദ്യരെ? പിന്നെന്താ, ശിഷ്ടലേശം ഉണ്ടെങ്കിൽ നീ കൂടി എടുത്ത് ഇങ്ങനെ തേച്ചോ. തലയിരിക്കുമ്പോ വാലാടണ്ട. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയാം. കുട്ടിശങ്കര, നീ പോയി ഒരു കുട്ടകവും 3-4 ചട്ടവും തയ്യാറാക്കി വെക്കുക. വേഗം വേണം. ചെല്. ഭൈരവാ, നിന്റെ വാക്കും കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്കൊരു പുണ്ണാക്കും അറിഞ്ഞൂടാ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നീ ചെയ്തോണം. അപ്പൊ ചട്ടവും കുട്ടവും വേണമെന്ന് പറഞ്ഞതാ? അതാ തെണ്ടി ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. വയറ്റിന്ന് പോകാത്തല്ലേ മെയിൻ പ്രശ്നം? അതെ. അപ്പൊ ചട്ടകം വേണ്ടി വരും. എന്നിട്ട് ചട്ടം കൊണ്ട് തോണ്ടിയെടുക്കാനാ? ഏയ്, വൈദ്യൊരു അപൂർവ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, കരിന്താന്നി കഷായം. ആ കഷായം കാച്ചുന്നതിന് മുമ്പ് നമുക്ക് അവളൊന്ന് മെരുക്കിയെടുക്കാം. വാ, മെരുക്കിയെടുക്കും. വിഷ്ണു പേടിക്കണ്ട, വാ. കല്യാണി എന്ന് പറഞ്ഞിട്ട് അതിന് കൊമ്പുണ്ടല്ലോ. അത് കൊമ്പല്ലടാ മണ്ട, തേറ്റ. ചില പെണ്ണാനക്ക് തേറ്റ ഉണ്ടാവും. ആനയാണ്, സൂക്ഷിച്ചെടുത്തില്ലണം. അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. മോളെ കല്യാണി, നിന്റെ ദീനം ഭേദാക്കാൻ വന്ന 2 വൈദ്യന്മാരാണ് ഞങ്ങള്. നീ ഒന്ന് സഹകരിച്ച 2 ദിവസത്തിനുള്ളിൽ തുള്ളി നടക്കാൻ. പിടിച്ചോ. മിടുക്കി. കണ്ടോടാ, ഈ ആനയെ മെരിക്കാന്ന് പറഞ്ഞാൽ അതൊരു നേക്ക. അതറിയാമെങ്കിൽ ഏത് കൊലകൊമ്പനെയും വരച്ച വരയിൽ നിർത്താം. എന്ത് പറ്റി? കല്യാണി തട്ടിയിട്ടതാ. ഭാഗ്യം. ആ വേലായുധന്റെ പരമേശ്വരന്റെ ഗതി വന്നില്ലല്ലോ. അതാരാ, അളിയന്മാരാണോ? നിങ്ങളെ പോലെ 2 ആന വൈദ്യന്മാരാ. ഇവൾ ഒറ്റ തട്ടിന് ചവിട്ടി അരച്ചു കളഞ്ഞില്ലേ. കൈ വേറെ കാല് വേറെ. ഇവിടെ വെച്ച് തന്നെ. പണിക്ക് ഞങ്ങളില്ല. ഇല്ല, പിന്നെ എന്ത് പഠിക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് എഴുതലേത്? പിണ്ടം വാരാൻ വന്നതാ. ഇങ്ങനത്തെ ആനയാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? പിന്നെ എങ്ങനത്തെ ആനയാണെന്ന് അറിഞ്ഞത്? വന്ന പാടെ ഒരു കല്യാണം കുളമാക്കി. ഇനി കല്യാണിയുടെ ദീനം മാറ്റാതെ 2 പേരും പറമ്പിന് പുറത്തേക്ക് പോകില്ല. ഞങ്ങൾ പോവും. പോകുക കാണാം. മാധവ, ഭാർഗവ, ഇവിടെ കാവല് നിന്നോണോ. യുവന്മാർ 2 പേരും പറമ്പിന് പുറത്തേക്ക് ഇറങ്ങിയ പോകുന്ന യവന്മാരുടെ തല ആയിരിക്കില്ല. ഓർത്തോ? വാടാ ബലരാമ. ചൊറിയെണ്ണപ്പൊടി 10 ഗ്രാം, നായങ്കരണപ്പൊടി 1 കഴഞ്ച്. വൈദ്യരേ, എന്തോ? കുട്ടകവും ചട്ടകവും ഒക്കെ റെഡിയല്ലേ? വേറെ ഒന്നും വേണ്ടല്ലോ? വേണമല്ലോ. ഇഞ്ചി തൊട്ട് കർപ്പൂരം വരെ പലതും വേണ്ടി വന്നേക്കും. കൊടുവേലി, കൊട്ടം, കുറുന്തോട്ടി, ഇത് 3ഉം പറമ്പിന്ന് പറിക്കണം. താൻ പോയി വേഗം പറിച്ചോണ്ട് വെച്ചല്ലേ. കുട്ടിശങ്കര, എങ്ങോട്ടാ? വടക്കേ പറമ്പിലേക്ക് കുറച്ച് പച്ചമരുന്ന് പറിക്കാൻ വൈദ്യര് പറഞ്ഞിട്ടാ. കുട്ടിശങ്കര, തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന കോലത്തെ കാര്യസ്ഥപ്പണി നോക്കാനാ. അത് മാത്രം നോക്കിയാ മതി. മരുന്നും മന്ത്രവും ഒക്കെ ആവശ്യമുള്ള തന്നെത്താൻ നോക്കിക്കോളും. താൻ ചെന്ന് കിഴക്കപ്പറമ്പിന് പണി എന്തായി നോക്ക്. കുട്ടിശങ്കര, ഒരു കയ്യാളായിട്ട് കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. മരുന്നും മന്ത്രമൊക്കെ എന്റെ തലക്കിട്ട് ഒഴിയാനല്ല, എടഞ്ഞു നിൽക്കുന്ന കല്യാണി അടക്കി നിർത്താനാ. അതിന് ചില കടുപ്പപ്പെട്ട മരുന്നൊക്കെ വേണ്ടി വന്നു വരും. അടക്കി നിർത്തിയിട്ടേ വിഷ്ണുനാരായണോട് പോകൂ. പോയി പറഞ്ഞോടോ. കുട്ടിശങ്കര, തന്നോട് ഞാനാ പറഞ്ഞത് കിഴക്കേപ്പറമ്പിലേക്ക് പോകാൻ. കുട്ടിശങ്കര, നിന്നോട് ഞാനാ പറഞ്ഞത് വടക്കേപ്പറമ്പിലേക്ക് പോവാൻ. ചൂടാവാതെ തമ്പുരാട്ടി. തമ്പുരാട്ടിയുടെ വീറൊക്കെ ഇവിടത്തെ ഞൊത്ത തമ്പുരാക്കന്മാരോട് കാണിച്ചാൽ മതി. ഇവിടെ ചെലവാവില്ല. കൊച്ചു പോ. നിന്നെ കാണിച്ചു തരാം. അയ്യേ, അതെനിക്ക് കാണുകയും വേണ്ട. കുട്ടിശങ്കരോ, ആ പടിഞ്ഞാറേ പറമ്പിന് 2 ആളെ നേരിട്ടുണ്ടോ? ഭയങ്കര നടുവേദന. വടക്കേ പറമ്പ്, കിഴക്കേ പറമ്പ്, ഇപ്പൊ പടിഞ്ഞാറേ പറമ്പ്, എല്ലാം കൂടെ എന്നെ തെക്കേ പറമ്പിലേക്ക് എടുത്തിട്ട് അടങ്ങുമല്ലേ? അങ്ങോട്ട് മാറി. എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുവാ. ഈ വൈദ്യർ ഇത് എന്ത് ഭാവിച്ചിട്ടാ? അയ്യോ, ആ കൊച്ചു തമ്പുരാട്ടിയോട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? അതെപ്പോ? ഇപ്പൊ കാണിച്ചു വെച്ച കണ്ണന്തിരൊന്നും പോരാഞ്ഞിട്ടേ വീണ്ടും ആ കുഞ്ഞിന്റെ മേക്കിട്ട് കയറിയിരിക്കുവാ. വിവരം വേണം, വിവരം. കൊച്ചുമ്പുരാട്ടെ പിണക്കിയിട്ട് ഇവിടെ നിന്ന് പണി ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? കുറെ നേരമായില്ല പറഞ്ഞോണ്ടിരിക്കുന്നത്. പറ്റില്ലെങ്കിൽ ഞങ്ങളൊക്കെ പറഞ്ഞു വിട്ടേക്ക്. പറഞ്ഞു വിടേണ്ടി വരില്ല, എടുത്തോണ്ട് പോകേണ്ടി വരും 2 ശവങ്ങളെ. മര്യാദക്ക് ആ കല്യാണിയുടെ ദീനം മാറ്റി കിട്ടുന്ന ചക്രവും വാങ്ങിച്ചോണ്ട് പോണെങ്കിലേ കൊച്ചുമ്പുരാട്ടിയോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും. എന്ന് താൻ ചെല്ലടോ. അതിന് താൻ പോയാ മതി. ദേവൻ കൂടെ വരും. വിഷ്ണു ഒന്ന് കൂടെ ചെന്ന് 2 മാപ്പ് പറഞ്ഞിട്ട് വാ. ഇനി ശരീരം കേടാക്കാൻ എനിക്ക് പറ്റില്ല. ഇനി ശരീരത്തിനകത്ത് എന്ത് കേടാവാൻ? ഒന്ന് ചെന്ന് മാപ്പ് പറ. ചെല്ല്, ചെന്ന് മാപ്പ് പറ. ഇല്ലെങ്കിൽ തല പോവും, ടൈ കെട്ടാൻ പറ്റൂല. ഓ, ഇത് അടി പിടിക്കാൻ നോക്ക് ഭൈരവ. ഞാൻ നോക്കിക്കോളാം. എന്ന് കാര്യം പറ. വേണമെങ്കിൽ ഒന്ന് കാല് പിടിച്ചോ. കാല് പിടിക്കാൻ നിന്റെ കാര്യം പറഞ്ഞാ മതി. അല്ലേ?
കൊച്ചുതമ്പുരാട്ടി ക്ഷമിക്കണം. അപ്പോഴത്തെ ഒരു ക്ഷോഭത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. കോലോത്തൊരു കുട്ടിയോട് വെറും ഒരു ആനപ്പണിക്കാരനായ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അലോഹ്യൊന്നും തോന്നരുത്, എന്നോട് പൊറുക്കണം. കടന്നു പോടോ അവിടുന്ന്. ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു. അതിന് തിരുമംഗലം കോലത്തെ തമ്പുരാട്ടിക്കുട്ടി ഒന്നുകൂടെ ജനിക്കണം. വിളിച്ചു കയറ്റിയപ്പോ കയറിപ്പോയത്രേ. സിംഹാസനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നപ്പോഴും അമൃതത്ത് കഴിച്ചപ്പോഴും താൻ അറിഞ്ഞില്ലേടോ അബദ്ധമായിന്ന്. കണ്ണി കണ്ട തെണ്ടികളെയൊക്കെ അറയ്ക്കകത്ത് എഴുന്നള്ളിച്ചിരുത്തി സൽക്കരിക്കുന്നതല്ല കോലത്തെ പാരമ്പര്യം. അവളുടെ ഒരു പാരമ്പര്യം. ഏത് തെണ്ടി കയറി വന്നാലും ഉടുത്തൊരുക്കിയത് എന്നെ കെട്ടിക്കോന്ന് പറഞ്ഞ് നിൽക്കുന്നതാണല്ലോ നിന്റെയൊക്കെ പാരമ്പര്യം. പോടി ഇവിടുന്ന്. അറയ്ക്കകത്ത് കയറി ഞെളിഞ്ഞിരിക്കാൻ തന്നെയാണ് വന്നത്. നിന്റെ കല്യാണം മുടങ്ങിയതിന്റെ അരിശമല്ലേ നീ തീർക്കുന്നത്? എങ്കിൽ കേട്ടോ, കല്യാണമേ നടക്കാതെ പല്ലും കൊഴിഞ്ഞ് മൂത്ത് നരച്ച് വളഞ്ഞ് കുറുകി നീ ഇതിനകത്ത് കിടന്ന് പണ്ടോടങ്ങി പോട്ടെ. ഓടി പൂച്ചക്കണ്ടി ഇവിടുന്ന്. എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനമായില്ലടാ നിനക്ക്. നീ പറഞ്ഞിട്ടല്ലടാ പൂതനയോട് ഞാൻ മാപ്പ് പറയാൻ പോയത്. നീ എന്താ പറഞ്ഞത്? മനസ്സലിവുള്ള മറ്റൊരു മുഖം അവൾ കൊണ്ടുവന്നു. കണ്ടടാ, കണ്ടു. അവളുടെ യഥാർത്ഥ മുഖം ഞാനിപ്പോ കണ്ടു. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. പെട്ടെന്നുള്ള ദേശത്ത് കൊച്ചിയമ്പരാട്ടി ഒന്ന് കയർത്തു, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ കണ്ടില്ലാന്ന് വെച്ചാ പോരെ. ഏതായാലും മാപ്പ് പറയാൻ പറ്റില്ല, അതിന് വലിയ ഭാഗ്യം. അവളുടെ കരണ കുറ്റിക്കിട്ട് പൊട്ടിക്കണമെന്ന് ഞാൻ കരുതിയതാ. എന്തായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അത് വേണ്ടി വന്നേക്കും. വിഷ്ണു, കിട്ടിയടാ കിട്ടി. താന്നി പേരും കാട്ടുതിപ്പല്ലിയും സമം ചേർത്ത് കടുക്ക വെള്ളത്തിൽ തേൻ ചേർത്ത് താന്നി പേരും കാട്ടുതിപ്പല്ലിയും എല്ലാ കാര്യങ്ങളും തമ്പുരാനോട് തുറന്നു പറഞ്ഞില്ല. ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ പോവാ. അതെടാ, പുറത്തുള്ള ആന കല്യാണിയൊക്കെ കുഴപ്പമാ, അകത്തുള്ള കാലി കല്യാണി രണ്ടിന്റെ ഇടയിൽ കിടന്ന് നമ്മൾ നട്ടം തിരിയും. ഒന്ന് പതുക്കെ പറ, തമ്പുരാൻ കേട്ട തല പോവും. തമ്പുരാൻ കേട്ട തല പോവാൻ പോകുന്ന നിന്റെയാ. എങ്കിൽ ഞാൻ ഇനി ഒരു സത്യം തുറന്നു പറയാൻ പോവാ. ഞങ്ങളുടെ ആനവൈദ്യന്മാരെയല്ല. അതെടാ, ഞാൻ ആനവൈദ്യൻ വേലായുധനാശാന്റെ മകനുമല്ല. എനിക്ക് ആനപ്പണി അറിയൂല. ഇതെല്ലാം ഞാനും ഇവരും കൂടി കളിച്ചൊരു നാടകമായിരുന്നു. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാൻ ബുദ്ധിപൂർവ്വം കളിച്ചൊരു നാടകം. കോലോത്ത തമ്പുരാക്കന്മാരെ കൊരങ്ങ് കളിപ്പിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോടാ. ഇതെന്താ? ഇതിവിടെ പുത്തരിയൊന്നുമല്ല. തമ്പുരാക്കന്മാരോട് നെറികേട് കാണിക്കുന്ന ആരായാലും ഇതാ ശിക്ഷ. അതിപ്പോ പണിക്കാരനായാലും ശരി, ആനക്കാരനായാലും ശരി. കാര്യസ്ഥനായാലോ?